ലാൽ സലാം മോഹൻലാൽ നായകനായി റീ റിലീസിനെത്തിയിരിക്കുന്ന പുത്തൻ ചിത്രമാണ് രാവണപ്രഭു. രാവണപ്രഭു 6ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയൂടെ ചെയ്യുന്നു. അതിഗംഭീരമാണ് ഈ ഒരു സിനിമയുടെ ഇന്നത്തെ ഓട്ടവും. 261ഓളം ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 9,000-ഓളമാണ് ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കീസ് പുറത്തുവിടുന്ന കണക്കുകൾ. 13,50,000 രൂപ ഇതിനോടകം തന്നെ സിനിമയുടെ കളക്ഷനായി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു മിഡ് വർക്കിംഗ് ഡേയിൽ സിനിമയുടെ ഷോസും ഒപ്പം ഹൗസ്ഫുൾ ഷോസും ഒക്കെ കാണുമ്പോൾ ഞെട്ടുന്ന സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് 14 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ എന്ന് പറയുന്നത് അതൊരു ചരിത്ര മുഹൂർത്തമായി കാണുകയും വേണം. ഇന്നലെ ചൊവ്വാഴ്ച സിനിമയ്ക്ക് ലഭിച്ചത് 305 ഷോകളിൽ നിന്ന് 15,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 23 ലക്ഷം രൂപയോളമായിരുന്നു. 19% തിയേറ്ററിലെ ഒക്യുപ്പൻസി. കാന്താരയും ലോകയും ഒക്കെ നിറഞ്ഞാടുമ്പോൾ അതിനിടയിൽ ഒരു റീ റിലീസ് ചിത്രം വന്ന് ഇങ്ങനെ ഒരു തൂക്കണമെങ്കിൽ അതിനൊരൊറ്റക്ക പേരേ ഉള്ളൂ, മോഹൻലാൽ എന്ന് തന്നെ. അതെ, ഇവിടെ തിയേറ്ററുകൾ ഇളകി മറിയുകയാണ് മോഹൻലാലിൻ്റെ ഈ ഒരു സംഹാര താണ്ഡവത്തിൽ. 2,000-ഓളം ഷോകളാണ് ഇതുവരെ മൊത്തമായി കേരളത്തിൽ നിന്ന് ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,61,000-ഓളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് അവർ തന്നെ പുറത്തുവിടുന്ന കണക്കുകളും. 2,52,00,000 രൂപയാണ് ഇതുവരെ ട്രാക്ഡ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് ഇന്നലെ വരെ വന്നിരുന്നത് 3,05,00,000 രൂപ എന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകളായിരുന്നു. ഇവിടെ ഈ ഒരു സിനിമ ഏറ്റവും വ്യത്യസ്തമാകുന്നത് റീ റിലീസ് ചരിത്രങ്ങളിലെ ഏറ്റവും വലിയ സക്സസ് എന്നുള്ള പേരിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. മോഹൻലാലിൻ്റെ ഈ ഒരു ചിത്രം ഇതിനോടകം തന്നെ ഏറ്റവും ഉയർന്ന ഒരു സ്കോറിലേക്ക് എത്താനുള്ള മാക്സിമം പൊട്ടൻഷ്യൽ എടുത്തിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിലും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കൊയ്ത്ത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി സിനിമയുടെ ഏറ്റവും പറ്റിയ ഒരു റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് വരാം. സൗത്ത് ഇന്ത്യൻ മൂവീസ് റീ റിലീസ് ചെയ്ത ഗൾഫ് ബോക്സ് ഓഫീസിലെ കണക്കുകളിലേക്ക് വരാം. മണിച്ചിത്രത്താഴ് $97,000 നേടിയെങ്കിൽ സ്ഫടികം $88,000 ദേവദൂതൻ $55,000 നേടിയത്. രാവണപ്രഭുവിൻ്റെ 4 ദിനത്തെ കണക്കുകൾ തന്നെ 37,000 ചോട്ടാ മുംബൈ $31,000 നേടിയിരുന്നത്. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സിനിമ 100,000 അടിക്കുന്ന ചിത്രമായി മാറും. ഇന്നും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഗൾഫ് മേഖലയിലെല്ലാം ഈ സിനിമയ്ക്ക്. കേരളത്തിൽ പറയേണ്ട കാര്യവുമില്ല. എന്തായാലും അതിഗംഭീരമായിട്ട് ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ നിങ്ങൾ തിയേറ്ററിൽ പോയി ഇത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ചോദിക്കുന്നത്, ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്. കാരണം തിയേറ്ററിൽ പോയി നിങ്ങളിത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ആർമാദം എന്നുള്ളത്. ആളുകൾ 2.5 മണിക്കൂർ ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള സിനിമകൾ വരട്ടെ എന്ന് ആശംസിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.